നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഗൂഗിൾ പ്ലേ സ്റ്റോറിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ചാണ്. ഗൂഗിൾ പ്ലേ സ്റ്റോർ ഏതാണ്ട് മൊബൈൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും തന്നെ വളരെ പരിചിതമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണല്ലോ. ഇപ്പോൾ ഈ പ്ലേ സ്റ്റോറിൽ നിന്നാണല്ലോ നമുക്ക് ആവശ്യമായിട്ടുള്ള ആപ്സുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുകയും മറ്റും ചെയ്യുന്നത്. ഈ പ്ലേ സ്റ്റോർ വളരെ ആവശ്യമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ്. എന്നാൽ ഈ പ്ലേ സ്റ്റോറിന്റെ പല ഫീച്ചേഴ്സും പലർക്കും അറിയില്ല. വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഇത് ഷെയർ ചെയ്യുക. തീർച്ചയായിട്ടും അവർക്കും ഇതൊരു പുതിയ അറിവായിരിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ആപ്സ് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് നമ്മളിൽ മിക്കവർക്കും അറിയാം. എന്നാൽ ഗൂഗിൾ പ്ലേ സ്റ്റോർ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം എന്ന് പലർക്കും അറിയില്ല. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ കാണുന്ന ഫീച്ചർ ഗൂഗിൾ പ്ലേ സ്റ്റോർ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം എന്നതാണ്. അതിനായിട്ട് നമ്മൾ ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡ് ടോപ്പിലായിട്ട് ഇങ്ങനെ ഒരു ഐക്കൺ കാണാൻ സാധിക്കും. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കുറെ ഓപ്ഷൻസ് കാണാനായിട്ട് സാധിക്കും. അതിൽ സെറ്റിംഗ്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും കുറേ ഓപ്ഷൻസ് കാണാം. അതിൽ പ്ലേ സ്റ്റോർ വേർഷൻ എന്നൊരു ഓപ്ഷൻ കാണാം. പ്ലേ സ്റ്റോർ വേർഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഗൂഗിൾ പ്ലേ സ്റ്റോർ അപ് ടു ഡേറ്റ് ആണെങ്കിൽ ഗൂഗിൾ പ്ലേ സ്റ്റോർ ഈസ് അപ് ടു ഡേറ്റ് എന്ന് കാണിക്കും. അതിന് തൊട്ട് താഴെയായി അണ്ടർസ്റ്റുഡ് എന്നും കാണാം. അണ്ടർസ്റ്റുഡ് ക്ലിക്ക് ചെയ്യുക. അപ് ടു ഡേറ്റ് അല്ല എങ്കിൽ പുതിയ അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് ഉണ്ട് എന്ന് കാണിക്കും. താഴെ കാണുന്ന അണ്ടർസ്റ്റുഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ അപ്ഡേറ്റ് ഇവിടെ ഇൻസ്റ്റാൾ ആവും. ഇങ്ങനെയാണ് ഗൂഗിൾ പ്ലേ സ്റ്റോർ അപ്ഡേറ്റ് ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മുടെ ഫോണിൽ നമ്മൾ ധാരാളം ആപ്സ് ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്സ് അതിനെല്ലാം ഓരോ അപ്ഡേറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്കിങ്ങനെ ഈ അപ്ഡേറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മൊബൈൽ ഡാറ്റ യൂസ് ചെയ്തുകൊണ്ടാണ് ഈ അപ്ഡേറ്റുകൾ നടക്കുന്നത്. എല്ലാ ആപ്സും ഒരുപക്ഷെ നമുക്ക് എപ്പോഴും അതിൻ്റെ അപ്ഡേറ്റ് ആവശ്യമില്ലായിരിക്കാം. കാരണം നമ്മളത് റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന ആപ്സ് ആയിരിക്കണമെന്നില്ല. അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് പ്ലേ സ്റ്റോറിൽ സെറ്റിംഗ്സിൽ ഓട്ടോ അപ്ഡേറ്റ് ആപ്സ് എന്ന ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 3 ഓപ്ഷൻസ് കാണാം. ഓവർ എനി നെറ്റ്വർക്ക്, ഓവർ വൈഫൈ ഒളി, ഡോൺ ഓട്ടോ അപ്ഡേറ്റ് ആപ്സ്. ഡെയിലി 1 GB ഡേറ്റയോ അല്ലെങ്കിൽ 1.5 GB 2 GB ഒക്കെ ആയിരിക്കും നമ്മൾ ചാർജ് ചെയ്തിരിക്കുന്നത്. അപ്ഡേറ്റുകൾ കൂടെ നടന്നുകൊണ്ടിരുന്നാൽ നമുക്ക് ഒരുപക്ഷെ നമ്മുടെ ഡേറ്റ ഇങ്ങനെ പെട്ടെന്ന് തീർന്നുകൊണ്ടിരിക്കും. അത് നമുക്ക് ഒഴിവാക്കാനായിട്ട് നമുക്കിവിടെ ഓട്ടോ അപ്ഡേറ്റ് ആപ്സ് എന്ന ഓപ്ഷൻ ഓഫ് ചെയ്തിടാം. അതിനായിട്ട് നമുക്കിവിടെ ഈ 3 ഓപ്ഷൻസിൽ ഡോണ്ട് ഓട്ടോ അപ്ഡേറ്റ് ആപ്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് താഴെ ഡൺ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോ അപ്ഡേറ്റ് അവിടെ ഓഫ് ആവും. പ്ലേ സ്റ്റോറിന്റെ സെറ്റിംഗ്സിൽ ഒന്നാമതായിട്ട് നോട്ടിഫിക്കേഷൻസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും നമ്മൾ കുറെ ഓപ്ഷൻസ് നമുക്കിവിടെ കാണാം. അതിൽ അപ്ഡേറ്റ്സ് അവൈലബിൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിന്റെ വലതുവശത്ത് കാണുന്ന ബട്ടൺ നമ്മൾ റൈറ്റിലേക്ക് നീക്കി ഓൺ ആക്കി ഇടുവാണെങ്കിൽ അപ്ഡേറ്റ് വരുമ്പോൾ നമുക്ക് ഫോണിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നമുക്ക് അതനുസരിച്ച് അത് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതല്ല നമുക്ക് ഈ നോട്ടിഫിക്കേഷൻസ് ഒന്നും വേണ്ട എങ്കിൽ പ്ലേ സ്റ്റോറിൽ മുകളിൽ കാണുന്ന 3 ലൈൻസ് ക്ലിക്ക് ചെയ്ത് ആപ്സ് ആൻഡ് ഗെയിംസ് എന്ന ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് ആവശ്യമുള്ള ആപ്സ് നമുക്ക് അതിന്റെ വലതുവശത്ത് കാണുന്ന അപ്ഡേറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അപ്ഡേറ്റ് ചെയ്താൽ മതിയാവും. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്ന ഫീച്ചർ ഡെവലപ്പർ കോണ്ടാക്ട് എന്നതാണ്. അതായത് നമുക്കറിയാം, നമ്മുടെ രാജ്യം അടുത്ത കാലത്തായിട്ട് ചില രാജ്യങ്ങളുടെ കുറെ ആപ്സ് നിരോധിച്ചിട്ടുണ്ട്. ഒരു ആപ്പ് ഏത് രാജ്യത്തിൻ്റെതാണ് അല്ലെങ്കിൽ ഡെവലപ്പർ ഏത് രാജ്യത്താണ് അല്ലെങ്കിൽ അവരുടെ ലൊക്കേഷൻ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ്. അതിനായിട്ട് നമ്മൾ ആപ്പ് ഓപ്പൺ ചെയ്യുക. ഞാനിവിടെ ഇൻസ്റ്റാഗ്രാം എന്ന ആപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്ത് നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് അതിലെ റിവ്യൂസ് കാണാം. അതിന് താഴെയായിട്ട് ഡെവലപ്പർ കോണ്ടാക്ട് എന്നൊരു ഓപ്ഷൻ നമുക്ക് കാണാം. ആ ഡെവലപ്പർ കോണ്ടാക്റ്റിന്റെ വലതുവശത്തുള്ള ആരോ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഇമെയിൽ അഡ്രസ്, അവരുടെ ലൊക്കേഷൻ, അങ്ങനെയുള്ള ഡെവലപ്പറിന്റെ കാര്യങ്ങളൊക്കെ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അഡ്രസ്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സാക്ട് ലൊക്കേഷൻ കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം. അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്ന ഫീച്ചേഴ്സ് ഷെയർ ഫീച്ചറും ആഡ് ടു വിഷ് ലിസ്റ്റ് ഫീച്ചറുമാണ്. അതിനായിട്ട് നമ്മളൊരു ആപ്പ് ഓപ്പൺ ചെയ്യുക. ഞാനിപ്പോൾ ടെലിഗ്രാം എന്ന ആപ്പാണ് ഇവിടെ ഓപ്പൺ ചെയ്തത്. ഓപ്പൺ ചെയ്ത് അതിൻ്റെ വലതുവശത്ത് മുകളിലായിട്ട് നമുക്ക് 3 ഡോട്ട്സ് കാണാൻ സാധിക്കും. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2-3 ഓപ്ഷൻ കാണാം. ഒന്ന് ഷെയർ, രണ്ടാമത്തെ ആഡ് ടു വിഷ് ലിസ്റ്റ്, മൂന്നാമത്തെ ഫ്ലാഗ് ആസ് ഇൻഅപ്രോപ്രിയേറ്റ്. അതിൽ ഷെയർ എന്ന ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ആപ്പ് നമുക്ക് വാട്സാപ്പിൽ ബ്ലൂടൂത്ത് വഴി അല്ലെങ്കിൽ നിയർ ബൈ ഷെയർ മെയിൽ വഴി നമ്മുടെ ഫേസ്ബുക്ക് മെസ്സഞ്ചർ വഴി ഷെയർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഗൂഗിൾ ഡ്രൈവിലേക്ക് സേവ് ചെയ്യാൻ സാധിക്കും. മെസ്സേജസ് സാധാരണ നമ്മുടെ നോർമൽ മെസ്സേജസ് വഴി അത് സെൻഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഇവിടെ കോപ്പി ടു ക്ലിപ്പ് ബോർഡ് എന്ന ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്ലിപ്പ് ബോർഡിൽ അത് കോപ്പി ചെയ്യുകയും ഷെയറിംഗ് ആപ്പുകളിൽ
പേസ്റ്റ് ചെയ്യുകയും ചെയ്ത് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ആഡ് ടു വിഷ് ലിസ്റ്റ്. അതെന്തെന്ന് വെച്ചാൽ ഒരു ആപ്പ് നമ്മൾ കണ്ടതിന് ശേഷം ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാൻ റെഡി അല്ലാത്ത സാഹചര്യമാണെങ്കിൽ അത് നമുക്ക് വിഷ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ആഡ് ടു വിഷ് ലിസ്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ആപ്പ് വിഷ് ലിസ്റ്റിൽ ആഡ് ആവും. അതിനുശേഷം പ്ലേ സ്റ്റോറിലെ ഹോം പേജിൽ 3 ലൈൻസ് നമ്മൾ ക്ലിക്ക് ചെയ്ത് അതിൽ കാണുന്ന ഓപ്ഷൻസിൽ വിഷ് ലിസ്റ്റ് എന്ന ഓപ്ഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ചെയ്തേക്കുന്ന ആപ്സ് വിഷ് ലിസ്റ്റിൽ കാണാനായിട്ട് സാധിക്കും. പലരും പ്ലേ സ്റ്റോറിൽ നിന്നും ധാരാളം ഗെയിംസ് ഡൗൺലോഡ് ചെയ്യാറുണ്ട്. അതിൽ ചില ഗെയിംസ് ഓൺലൈനിൽ പ്ലേ ചെയ്യുന്നതും മറ്റു ചിലത് ഓഫ്ലൈനിൽ പ്ലേ ചെയ്യുന്നതുമാണ്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഗെയിം ഓൺലൈൻ ഗെയിം ആണോ ഓഫ്ലൈൻ ഗെയിം ആണോ എന്ന് എങ്ങനെ പെട്ടെന്ന് തിരിച്ചറിയാം എന്നതാണ് അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്ന ഫീച്ചർ. ഒരു ഗെയിം നമ്മൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് സ്ക്രോൾ ചെയ്ത് താഴേക്ക് വരുമ്പോൾ മിഡിലായിട്ട് കുറച്ച് ടാഗുകൾ കാണാം. അതിൽ നമ്മൾ ഇടത്തേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ്ലൈൻ എന്ന ടാഗ് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ആ ഗെയിം നമുക്ക് ഓഫ്ലൈൻ ആയിട്ട് പ്ലേ ചെയ്യാനായിട്ട് സാധിക്കും. അത് കാണുന്നില്ലെങ്കിൽ അത് ഓൺലൈൻ ഗെയിം ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്ന ഫീച്ചർ ലൈബ്രറി എന്ന ഫീച്ചറാണ്. അതിനായിട്ട് നമ്മൾ പ്ലേ സ്റ്റോറിലെ ഹോം പേജിൽ മുകളിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന 3 ലൈൻസ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ നമുക്കറിയാം ഒന്നാമതായിട്ട് മൈ ആപ്സ് ആൻഡ് ഗെയിംസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് വീണ്ടും 3-4 കാറ്റഗറീസ് കാണാം. അപ്ഡേറ്റ്സ്, ഇൻസ്റ്റാൾ, ലൈബ്രറി, ഷെയർ. മൂന്നാമതായിട്ട് ലൈബ്രറി എന്ന ഓപ്ഷൻ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഈ ലൈബ്രറി കാണുന്നത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം അൺഇൻസ്റ്റാൾ ചെയ്ത ആപ്സുകളാണ് മെയിനായിട്ടും. ഈ ആപ്പുകൾ വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പോയി സെർച്ച് ചെയ്ത് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ഈ ലൈബ്രറി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ആ ആപ്സ് റിമൂവ് ചെയ്തിട്ടില്ല എങ്കിൽ അത് അവിടെ ലൈബ്രറിയിൽ കാണാനായിട്ട് സാധിക്കും. അടുത്തായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഗൂഗിൾ പ്ലേ സ്റ്റോറിലെ ഹോം പേജിൽ ലെഫ്റ്റ് സൈഡിൽ ടോപ്പിൽ കാണുന്ന 3 ലൈൻസ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ പ്ലേ പ്രൊട്ടക്ട് എന്നൊരു ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ വരുന്ന പേജിൽ ടോപ്പിൽ റൈറ്റ് സൈഡിൽ അതിൻ്റെ സെറ്റിംഗ്സ് ഓപ്ഷൻ ഉണ്ട്. സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്യുക. സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ 2 ഓപ്ഷൻ വരികയാണ്. സ്കാൻ ആപ്സ് വിത്ത് പ്ലേ പ്രൊട്ടക്ട്, രണ്ടാമതായിട്ട് ഇംപ്രൂവ് ഹാംഫുൾ ആപ്പ് ഡിറ്റക്ഷൻ. അതായത് നമ്മൾ ഈ ഓപ്ഷൻ രണ്ടും ഓൺ ചെയ്തിടുകയാണെങ്കിൽ നമ്മളൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഡിവൈസ് സ്കാൻ ചെയ്യാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ഹാംഫുൾ ആപ്സ് ഒക്കെ ആണെങ്കിൽ അതിനെക്കുറിച്ച് മുന്നറിയിപ്പ് തരാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഹാംഫുൾ ആപ്പിനെ കുറിച്ച് ഗൂഗിളിന് റിപ്പോർട്ട് കൊടുക്കാനായിട്ട് സഹായിക്കും. നമ്മൾ 2 ഓപ്ഷൻസിന് നേരെ കാണുന്ന ബട്ടൺ റൈറ്റിലേക്ക് നീക്കി അത് ഓൺ ചെയ്ത് ഇടേണ്ടതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും അമർത്തുക. ഓൾ എന്ന ഓപ്ഷൻ ചൂസ് ചെയ്യുക. മറ്റൊരു വിഷയമായി പുതിയ വീഡിയോയിൽ കാണാം. ബൈ.